എയ്ഡഡ് മേഖല പ്രത്യേകിച്ച് ഒരു വെള്ളാനയാണ്. കോടിക്കണക്കിന് രൂപ നമ്മുടെ റവന്യൂ വരുമാനത്തിൻ്റെ വലിയൊരു ഭാഗം ഈ പറയുന്ന സ്വകാര്യ സ്ഥാപനങ്ങൾ, അതായത് എയ്ഡഡ് സ്ഥാപനങ്ങൾ കൊള്ളയടിക്കുകയാണ് അവരുടെ വികസനത്തിന്. മുമ്പേ പറഞ്ഞു കോടിക്കണക്കിന് രൂപ. അതേസമയം അതിനകത്ത് ദലിതരുടെ പ്രാതിനിധ്യം വളരെ 0.1% അത്രത്തോളേ ഉള്ളൂ, 3% അത്രയും താഴെയാണ്. അപ്പോൾ അവിടെ തീർച്ചയായിട്ടും നിയമനം ഒരു പബ്ലിക് റിക്രൂട്ട്മെൻറ്റ് ഏജൻസിക്ക്, PSCക്ക് തന്നെ വിടണം എന്നതാണ്. അങ്ങനെ പല ആവശ്യങ്ങളും വർഷങ്ങളായി ദലിതർ ഉയർത്തുന്ന ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും കേരളത്തിലെ സാമൂഹ്യനീതിക്ക് ഈ ഗവൺമെൻറ് പ്രാധാന്യം കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ, യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ പ്രാതിനിധ്യം കൊടുക്കണം എന്ന് പറയുമ്പോൾ, മാർജിനലൈസ്ഡ് സമൂഹങ്ങളെ എംപവർ ചെയ്യുമെന്ന് പറയുമ്പോൾ, സ്വാഭാവികമായി നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നത് ഈ വിഷയം ഗൗരവമായി കേരള ഗവൺമെൻറ് കൈക്കൊള്ളണമെന്നാണ്. എയ്ഡഡ് മേഖലയിലെ നിയമനങ്ങളിൽ സംവരണം ഏർപ്പെടുത്തിയേ പറ്റൂ. അത് അവരോട് നീതി പുലർത്തുക. കാരണം ഇത്രയധികം വൈകുന്നു. നേരെ മറിച്ച് കോടിക്കണക്കിന് രൂപയുടെ കോഴ വാങ്ങിയാണല്ലോ നിയമനങ്ങൾ നടക്കുന്നത്. പട്ടികജാതിക്കാർ വേണമെങ്കിൽ ഒരു കോളേജ് അനുവദിച്ചെന്നിരിക്കും, എന്നാൽ അവിടെയും നിയമനം എങ്ങനെയായിരിക്കും? മേലാളരായിട്ടുള്ള ആൾക്കാർക്ക് ശമ്പളം മേടിച്ച് നിയമിക്കുക. അതല്ല പരിഹാരം. പകരം നമ്മുടെ നാട്ടിലെ പൊതു ഖജനാവിൽ നിന്ന് പണം മുടക്കുന്ന ഇത്തരം സംവിധാനങ്ങളിൽ ദലിതരുടെയും കൂടെ നികുതി പണമാണ്. അതിനകത്ത് ദലിതർ നികുതി കൊടുക്കുന്നത് കൂടുതൽ നികുതിയാണ്. അവന് വരുമാനം ഇല്ല, അവന് സമ്പത്തില്ല, അവന് മൂലധനമില്ല, വിഭവമില്ല, ലാൻഡില്ല. ഇല്ലായ്മയിൽ നിന്ന് മറ്റുള്ളവർ കൊടുക്കുന്നത് പോലുള്ള എല്ലാ നികുതിയും ദലിതർ കൊടുക്കുമ്പോൾ അവൻ ഇല്ലായ്മയിൽ നിന്ന് കൊടുക്കുന്നതാണ് വലിയ നികുതി.